ഹലോ ഗൈസ്, അപ്പോൾ അത് സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കമ്പ് പോവാണ് കേട്ടോ. ഇനി ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് മെയിനായിട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ബാഗാണ് കേട്ടോ. സോ ഇപ്പോൾ അനക്കാണ് ബാഗ് എടുക്കുന്നത്. സിസ്റ്റർ അമ്പിക്ക് ബാഗ് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബാഗ് അവൾക്ക് എടുക്കുന്നില്ല. അപ്പോൾ അനക്കാണ് മെയിനായിട്ട് ഇവിടെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ഓൾറെഡി ആ ബാഗ് എടുത്തിട്ട് പോകും. നമുക്ക് നെക്സ്റ്റ് ഇയർ അവൾക്ക് ബാഗ് വാങ്ങാം. സോ അതാ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ നോക്കി. ഈ ഒരു ബ്ലൂ കളർ ബാഗിന് വേറൊരു കളർ ചേഞ്ച് ബാഗാണ് ഞാൻ ഫസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ഈ രണ്ട് ബാഗും. അപ്പോൾ അതാ ഇവിടെ കുറേ കുട്ടികളുടെ ബാഗും കളക്ഷൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായി. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിന് നമുക്ക് അഫോർഡബിൾ റേറ്റ് നമുക്ക് തരും. അതേപോലെ തന്നെ സ്കെച്ച് പെൻസ്, കുട്ടികളുടെ ടോയ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബുക്കും കാര്യങ്ങളൊക്കെ ഓഫറിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രെയിംസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ബാഗ്സ് ആയിക്കോട്ടെ, അതേപോലെ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം നമുക്ക് തന്നെ അഫോർഡബിൾ റേറ്റിൽ അവർ നമുക്ക് തരുന്നതാണ് കേട്ടോ. സോ നമ്മളിതാ ഫസ്റ്റ് തന്നെ ബാഗാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ പക്ഷേ ഫാൻസി ബാഗ്സ് ആട്ടോ. അതിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ, ബട്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്കൂൾ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ +2ലാണ്. അപ്പോൾ സോ എല്ലാവരും ഇപ്പോൾ എടുക്കുന്ന ബാഗ് പറഞ്ഞിട്ടുള്ളത് ടോട്ട് ബാഗാണ്. അപ്പോൾ ടോട്ട് ബാഗാണ് ഞാൻ മെയിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. പക്ഷേ എൻ്റെ സിസ്റ്റർ, അതായത് അമ്പി, ബാഗ് ടോട്ട് ബാഗ് എടുത്തിട്ട് അവൾക്ക് വേണിയുണ്ട് പറഞ്ഞു. സോ ഞാനത് എടുത്തില്ല. അതായത് നമ്മൾ കൂടുതൽ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ആകെ 6 സബ്ജക്റ്റേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും വെക്കുമ്പോൾ നമുക്ക് ഷോൾഡർ വേണി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്ലാക്ക് ബാഗ്. പക്ഷേ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം, ഫുഡ്, വാട്ടർ ബോട്ടിൽ അതൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് കാണിച്ച ബാഗിന് ഈ ഒരു കളറാണ്, ഏച്ചി പിടിച്ച കളറാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായി. സോ ഞാനതൊക്കെ നോക്കിയെങ്കിലും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. മെയിനായിട്ട് എടുക്കുന്ന ഒരു കടയിൽ നിന്ന് തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അതിന് താഴെ തന്നെ ടോയ്സും കാര്യങ്ങളും, ബോൾസ്, അതേപോലെ തന്നെ നമ്മുടെ ബ്രൗൺ പേപ്പർ, ബുക്ക് പൊതിയുന്ന എല്ലാ പേപ്പേഴ്സും, പേഴ്സസും എല്ലാം അഫോർഡബിൾ റേറ്റിന് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെറുതെ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. കുട്ടികളുടെ ടോയ്സാണ് കൂടുതലായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. സ്റ്റേഷനറി ഐറ്റംസ്, ചപ്പൽസ് എല്ലാം ഉണ്ടായിരുന്നു. ഷൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമ്മൾക്ക് അവർ പൈസയും കാര്യങ്ങളൊക്കെ കുറച്ച് തരും. സോ അവിടുത്തെ ചെരുപ്പ് കളക്ഷൻസും പേഴ്സും എല്ലാമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായത് യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ വേറെ ഷോപ്പിലാണ്. നമ്മൾ റെഡിമെയ്ഡ് യൂണിഫോമാണ് എടുക്കാറ്. അതാണ് നമുക്ക് ലാഭവും. നമ്മൾ തുണി എടുത്ത് അടുപ്പിക്കുമ്പോൾ അത്രയും റേറ്റ് ആവും. നമ്മൾ സ്കൂളിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് അത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. സോ നമ്മൾ അതാണ് എടുക്കുന്നത്. അപ്പോൾ 1200 അങ്ങനെ 1500 റുപ്പീസിന് അണ്ടറിൽ തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ അവൾ കുറേ ആൾക്കാർ യൂണിഫോം എടുക്കാനുള്ളതുകൊണ്ട് നമുക്ക് ഇട്ട് വെക്കാൻ വേണ്ടി ട്രയൽ റൂം ഒഴിവുണ്ടായിരുന്നില്ല. സോ അവൾ അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇതാട്ടോ കോട്ട് വന്നിട്ട് അങ്ങനെ ഞാൻ കട്ട പോസ്റ്റായി. സോ ഞാൻ വെറുതെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ബോട്ടിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബോട്ടിൽ നോക്കി. സോ എനിക്ക് അവിടുത്തെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വേറെ കടയിൽ നിന്നാണ് ബോട്ടിൽ എടുത്തിട്ടുണ്ടായത്. പക്ഷേ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ മെയിനായിട്ട് ലാബിൽ അങ്ങനത്തെ ബുക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടില്ല. കാരണം നമുക്ക് ബുക്സ് നമുക്ക് ലാസ്റ്റ് ടൈം നോക്കി വാങ്ങാൻ വിചാരിച്ചത്. ബാക്കി ലാബിൽ, അതേപോലെ തന്നെ പെന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മളെല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇവിടെ കുറേ പൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ടൈം പോകുന്ന ടൈം അവിടെ കുറേ പൗച്ചസ് ഉണ്ടായിരുന്നു. അത് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ നല്ല ക്യൂട്ട് പൗച്ചസാണ്. അത്ര റേറ്റ് വരുന്നുള്ളൂ. 130 റുപ്പീസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഡയറി, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല യൂണിക്കോൺ, അതേപോലെ തന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഡയറി കാര്യങ്ങളുണ്ട്. പെയിൻറ്റ്സ്, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇത് ക്രാഫ്റ്റ് വർക്ക് ചെയ്യേണ്ട മിക്ക സാധനങ്ങളും സ്റ്റേഷനറി ഐറ്റംസ് തന്നെ റേറ്റ് കുറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ക്ലാസ്മേറ്റ് നോട്ടൊക്കെ നമ്മളൊരു ബണ്ടിലിന് 12 എണ്ണം ഉണ്ടാകും. അതിന് 720 രൂപ. അത് നമ്മൾ 600 റുപ്യക്കൊക്കെ നമുക്ക് തരും. ബുക്സിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്മൾ ബുക്സും കാര്യങ്ങളൊക്കെ നോക്കി. അതേപോലെ തന്നെ ഇവിടെ റിബൺസ്, ബുക്സ് തന്നെ മെയിനായിട്ടുണ്ട്. ലാബിൾസും എല്ലാം അതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. സോ ഞാൻ അതും കാര്യങ്ങളൊക്കെ നോക്കി. എനിക്കൊരു ബുക്ക് വാങ്ങാനുള്ള ഞാൻ അവിടെ നിന്ന് ഒരു ബുക്ക് വാങ്ങി. ഇത് 160ൻ്റെ ഒരു ബുക്ക്. പിന്നെ ഇവിടെ തന്നെ ബ്രൗൺ പേപ്പേഴ്സ് ഇവിടെയും കുറേ ഉണ്ട്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ബ്ലൂ കളറാണുള്ള ബ്രൗൺ പേപ്പറാണ്. അതിന് ഗ്ലാസ് ഷീറ്റ് പോലത്തെ ആ ബ്ലൂ കളറാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഞാൻ വേറൊരു ഷോപ്പിൽ പോയിട്ട് ബോട്ടിലെടുത്തു. കാരണം എനിക്ക് അവിടുത്തെ ബോട്ടിൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് ബോട്ടിലെടുത്തിട്ടുണ്ടായിരുന്നത്.
സോ ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി. പൗച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ 50 റുപ്പീസ് അത്രയൊക്കെ വരുന്നുള്ളൂ. ഇവിടെ അതേപോലെ തന്നെ പെന്ന്, പെൻസിൽ, ബുക്സ്, അക്രിലിക് പെയിൻറ്റ്സും കാര്യങ്ങളും തന്നെയാണ് മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ബർത്ത്ഡേ ഐറ്റംസ് എല്ലാമായിട്ടും ഉണ്ടായിരുന്നു. സോ അത് അമ്പി കുപ്പിയും കാര്യങ്ങളൊക്കെ വെറുതെ നോക്കുന്നുണ്ട്. അനക്കാട്ടോ കുപ്പീനാണ് വാങ്ങുന്നത്. സോ ഞാനും നോക്കി. ഇതിൽ ആ വൈറ്റ് കളറ് കുപ്പിയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് അത്രേ റേറ്റും ഉള്ളൂ, 150 താഴെയാണ്. സോ ഞാൻ അതും എടുത്തു. ടിഫിൻ ബോക്സ് ഇവിടെ നിന്ന് നോക്കി. ബട്ട് നമ്മൾ എടുത്തത് പുതിയതെന്നായിരുന്നു. ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മളത് ഫുൾ വീഡിയോ ആയിട്ട് എന്തൊക്കെ വാങ്ങി എന്നുള്ളതിലിടുമ്പോൾ നമ്മൾ അത് എടുക്കുന്നതാണ് കേട്ടോ. സോ അതാ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ബോട്ടിലെടുത്തു. അതേപോലെ തന്നെ ലാബിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ ബുക്സ് നോക്കി. അതിൻ്റെ കൂടെ തന്നെ പൗച്ചസിൽ അത്ര കളക്ഷൻസ് ഇവിടെ ഇല്ല. നമുക്ക് തോന്നുന്നു അപ്പുറത്തെ ഷോപ്പിൽ നിന്നാണ് ഞാൻ പൗച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. പൗച്ചസിൻ്റെ കളക്ഷൻസ് ഇവിടെ, പക്ഷേ നല്ല ബോക്സ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയ പല ടൈപ്പ് ബോക്സസ് ഉണ്ട്. ബാർബി അങ്ങനത്തെ എല്ലാ ടൈപ്പ് ബോക്സസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്തു. അതിൻ്റെ കുപ്പി ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു കുപ്പിയാട്ടം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ ഞാൻ ഈ കുപ്പിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അമ്പി അതാ അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ കടയിൽ നിന്നാണ് ഞാൻ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഒന്ന് മിഠായിയൊക്കെ ഞങ്ങൾ നടക്കാം കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക്. സോ അതാ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു. ഇനി അല്ലറ ചില്ലറ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഈ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.